സ്ഥാനാർത്ഥികൾ 3 പേരും കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളുടെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെ. പക്ഷേ ഒന്നും കൂടെ മുൻതൂക്കം ആര്യാടൻ ഷൗക്കത്തിനാണ്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉള്ള വോട്ടുകളെല്ലാം UDF-ലേക്ക് വന്നു ചേരുന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും ഭിന്നിപ്പിച്ച് പോകരുത് എന്നുള്ളത് വോട്ടർമാർക്ക് തന്നെ നിർബന്ധമാണ്. നിലമ്പൂർ ജനാധിപത്യ സ്ഥാനാർത്ഥി ഷൗക്കത്ത് കൊണ്ടുപോകും, അത് ഷുവറാണ്. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു 20,000-ഓളം വോട്ടിന് ഭൂരിപക്ഷം. കാരണം ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാം ഓരോ നാട്ടിലെ ഓരോരുത്തരുടെ മനസ്സൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം അവർ പറഞ്ഞ 2 പ്രാവശ്യം ഞങ്ങൾ ചതിപ്പെട്ടു, ഇനി ഞങ്ങൾ ചതിയിൽപ്പെടും. ഇപ്പോൾ നമുക്കറിയാം നിലമ്പൂരിലെ സ്ഥിതി എന്താണെന്ന് കറക്റ്റ് അറിയാം. 3 ആളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിപരമായ രീതിയിൽ ഓരോ സ്ഥാനാർത്ഥികളോടുള്ള തങ്ങളുടെ ഒരു നിലപാട്? സ്ഥാനാർത്ഥികൾ 3 പേരും കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളുടെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെ. പക്ഷേ ഒന്നും കൂടെ മുൻതൂക്കം ആര്യാടൻ ഷൗക്കത്തിനാണ്. ആര്യാടൻ ഷൗക്കത്ത് ഈ നാട്ടിലെ വാപ്പുട്ടിക്കാണ്. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ആര്യാടൻ ഷൗക്കത്തിനെ അറിയാം. ഞങ്ങൾ സുൽത്താൻ ബത്തേരിയുള്ള ആളുകളാണ്. ഞങ്ങൾ ഈ ഇലക്ഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഞങ്ങൾക്ക് പിന്നെ 163-ാം ബൂത്തിൽ ഞങ്ങൾക്ക് ചാർജ് തന്നിരുന്നു. പോത്തുകല്ല് അല്ലേ, പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ചാർജ് തന്നിരുന്നു. ഞങ്ങളവിടെ പോയ സമയത്ത് ഓരോ വീടുകളിൽ കയറുമ്പോൾ ആ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള അവരുടെ ബന്ധം, അവരുടെ സ്നേഹം, ഈ പാർട്ടിയോടുള്ള കൂറും ഒക്കെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ഒരു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഞങ്ങളും സാധാരണക്കാരും നേതാക്കളും. അതാണ് ഞങ്ങൾക്ക് ചാർജ് തന്ന ഒരു ബൂത്തിൽ സ്ഥിരമായിട്ട് CPM-ൻ്റെ 3-ാം ടൈമായിട്ട് CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ വാർഡിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഉള്ള ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ബാപ്പുട്ടിക്കാക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂർ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെന്നുള്ളൊരു വാദം പോലും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ജനങ്ങൾ എങ്ങനെയായിരിക്കും അൻവറിനോടുള്ളൊരു നിലപാട് സ്വീകരിക്കുക? അൻവറിന് അങ്ങനെ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ട ആവശ്യം ഈ സമയത്തില്ലല്ലോ. അങ്ങനെയാണ് അൻവർ എന്തിനാണ് രാജിവെച്ചതെന്ന് അൻവർ ബോധിപ്പിക്കണ്ടേ? അൻവർ എന്തിനാണ് രാജിവെച്ചത്? അൻവർ പിണറായിസം പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചത്. പിണറായിസം പറഞ്ഞ് രാജിവെച്ച അൻവർ പിന്നെന്തിനാണ് മറ്റൊന്ന് മത്സരിക്കുന്നത്? അൻവർ എന്താ ആദ്യം പറഞ്ഞത്? ഞാൻ മത്സരിക്കില്ല, ഒരു കാലഘട്ടത്തിലും ഒരു സമയത്തും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോയിട്ട് ഞാനിനി മത്സരിക്കില്ല എന്നല്ല അൻവർ ആദ്യം പറഞ്ഞത്. ദിവസം വാക്കുകൾ മാറ്റി പറയുന്ന അൻവറിനെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുക? ഒരു സ്ഥിരമായിട്ട് ഒരു ശാശ്വതമായ വാക്കുകളല്ല പറയുന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ആണോ? അല്ല. അങ്ങനത്തെ അൻവറിനെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുക? ആര്യാടൻ ഷൗക്കത്ത് 9 വർഷം മുൻപ് തോറ്റെങ്കിലും ആ 9 വർഷം ആര്യാടൻ ഷൗക്കത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഈ കർമ്മമണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എല്ലാ പ്രവർത്തനത്തിനും സാധാരണക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഫ്ലഡിൻ്റെ സമയത്ത്, വയനാട് ദുരന്തം നടന്ന സമയത്ത്, എല്ലാ സമയത്തും അൻവർ സാധാരണക്കാരുടെ കൂടെ ആര്യാടൻ ഷൗക്കത്ത് സാധാരണക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് ആ വിശ്വാസം മനസ്സിലുള്ളതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ്. BJP സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ BJP ഒരു ഫാക്ടറല്ല. BJP എന്താ ഇവിടെ കാണിക്കുന്നത്? BJP ഞങ്ങൾ പോയ സ്ഥലത്ത് BJP അല്ല സ്ഥാനാർത്ഥിനെ ഉണ്ടാക്കിയെടുത്തല്ല അവർ. ഇതൊന്നും എവിടെയും ജനങ്ങളൊരു ചർച്ചയിലേ ഇല്ല. BJP ഇത് ഒരു പ്രത്യേക ഒരു ഇലക്ഷൻ അവർ എന്തൊക്കെയോ കാട്ടിക്കൊടുത്തു, അത്രേ വാങ്ങി അവസാന നിമിഷത്തിൽ ഒന്നൊരു കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഒരു 3 ആളും ചേർന്നിട്ടുള്ളൊരു മത്സരം പോലെയാണോ അതോ? ഇല്ല, 3 ആളും ചേർന്നുള്ള മത്സരമല്ല. ഇവിടെ CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം പരമാവധി ജനങ്ങളുടെ മനസ്സിലുള്ളത് വോട്ടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട. ആ വോട്ടുകൾ ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 10,000-ങ്ങളുടെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. വളരെ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ ഉണ്ടായിരുന്ന MLA രാജിവെച്ചതിന് ശേഷം അപ്പോൾ തന്നെ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്, സംഘടനാ പ്രവർത്തനമാണ്. അടിത്തട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ പുതിയ വോട്ടുകൾ ചേർക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ മുതൽ എല്ലാം നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിച്ച് നിർത്താൻ സാധിച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി താഴെത്തട്ടിൽ അവിടെ ഞങ്ങളുടെ പ്രചരണവും ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് സജീവമാക്കാൻ പറ്റി. LDF-ൻ്റെയും BJP-യുടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഏകദേശം ഒരു തവണ ഭവന സന്ദർശനം പോലും നടത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ. ഇന്നലെ പ്രിയങ്കാജിയുടെ പരിപാടി കണ്ടപ്പോൾ അറിയാം ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ്. പ്രിയങ്കാജി ഇന്നലെ സൂചിപ്പിച്ച പോലെ 2026-ൽ
UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നതിൻ്റെ തുടക്കം നിലമ്പൂരിൽ നിന്നാണ്. ആ ആത്മവിശ്വാസം പ്രവർത്തകരിലുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് UDFിലെ എല്ലാ ഘടകകക്ഷികളും ഒത്തൊരുമിച്ച് നടത്തുന്ന പ്രവർത്തനം തീർച്ചയായിട്ടും ഫലം ചെയ്യും. അൻവറിൻ്റെ ഒരു തീരുമാനത്തിൽ അങ്ങനെ ഒരു നിലപാടിൽ ഇപ്പോൾ CPM ഒന്നും വിട്ടു നിന്നോ ഇപ്പോൾ UDF ഒന്നും വിട്ടു നിന്നിട്ടാണുള്ളത്. അപ്പോൾ ഈ വോട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് UDFിന് അത് എന്തെങ്കിലും ഒരു രീതിയിൽ പ്രതികൂലമായി ബാധിക്കുവാനോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും? ഞാൻ പറഞ്ഞല്ലോ, മത്സരം LDFും UDFും തമ്മിലായി മാറി. മത്സരത്തിൽ മറ്റാർക്കും, കാരണം ഇപ്പോൾ BJP പോലും നാമമാത്രമായിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ള സ്വതന്ത്രന്മാർക്കൊന്നും വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത ഇതിലേക്ക് മാറി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സൂചിപ്പിച്ച ആ സംവിധാനത്തിന് എത്ര പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള മാധ്യമപ്രവർത്തക രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്നും യാതൊരു വിധത്തിലും ബാധിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉള്ള വോട്ടുകളെല്ലാം UDFിലേക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും ഭിന്നിപ്പിച്ച് പോകരുത് എന്നുള്ളത് വോട്ടർമാർക്ക് തന്നെ നിർബന്ധമുണ്ട്. അതാണ് നമ്മൾ പാലക്കാട് ഉൾപ്പെടെ കണ്ടത്. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെ ആ ഭരണവിരുദ്ധ വികാരം UDFിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. ചേട്ടാ, ആരുടെ പക്ഷത്താണ്, ആരായിരിക്കും നിലമ്പൂർ കൊണ്ടുപോകുന്നത്? നിലമ്പൂർ ജനാധിപത്യ സ്ഥാനാർത്ഥി ഷൗക്കത്ത് കൊണ്ടുപോകും. അത് ഷുവറാണ്. അത് ഈ പാർട്ടിക്കാരനായിട്ട് പറയല്ല, മൊത്തം ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അസസ്മെൻറ്റിൽ നമ്മൾ പറയുന്നത്. ജനങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിനല്ല, മുന്നണി ജയിക്കണം. അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ബാവുട്ടി നിൽക്കുന്നത്. ബാവുട്ടിൻ്റെ വ്യക്തിപരമായ നാടാണ് ഈ മണ്ണാണ്. ആ ബന്ധങ്ങൾക്ക് പുറമെ മൊത്തം ഇവിടെയുള്ള UDFിൻ്റെ പ്രവർത്തകർ ഒരു മുന്നണി ജയിക്കണം. മുന്നണി 9 കൊല്ലത്തെ ഈ ഭരണം മാറ്റിയെടുത്ത് അത് നിഷ്പക്ഷരായ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ മാനദണ്ഡം. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആ ബസ് എന്ന് പറയുന്നത് 25,000 ജനങ്ങൾ വികാരമാണ് ഇവിടെ. കാരണം അത്രത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ചതിയിലൂടെയാണ് ഇപ്പോൾ ഈ 2 പ്രാവശ്യമായിട്ട് ഈ മണ്ഡലം നമുക്ക് നഷ്ടപ്പെട്ടത് UDFിന്. അപ്പം ഇനി ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആര്യാടൻ സൗക്കത്ത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു 20,000-ഓളം വോട്ടിന് ഭൂരിപക്ഷം. കാരണം ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാം ഓരോ നാട്ടിലെ ഓരോരുത്തരുടെ മനസ്സൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം അവർ പറഞ്ഞ 2 പ്രാവശ്യം ഞങ്ങൾ ചതിപ്പെട്ടു. ഇനി ഞങ്ങൾ ചതിയിൽപ്പെടില്ല. ചില പ്രലോഭനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ പെട്ടുപോയത്. അപ്പോൾ തീർച്ചയായിട്ടും 100% പറയുന്നു ആര്യാടൻ സൗക്കത്ത് ജയിച്ചിരിക്കും. തീർച്ചയായിട്ടും ബാബുട്ടൊക്കെ ജയിക്കും 100%. അൻവറിന് യാതൊരു റോളും ഇല്ലേ? അൻവറിന് എന്ത് റോൾ ഇതിന്? ബാബുട്ടൊക്കെ തീർച്ചയായിട്ടും. മാനേജ്മെൻറ്റിലെ വണ്ടി കൂടെ ഇങ്ങനെ നടക്കുന്നുള്ളൂ. വീടുകളിലുള്ള പ്രചരണമില്ല, അങ്ങനെ ഒരു കമ്പയിനില്ല, സ്ക്വാഡില്ല, ഒന്നുമില്ല. അത് ഈ വണ്ടികളിൽ കാണുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് മാത്രമേ. അത് പൈസ ഉണ്ടായാൽ ആർക്കും സാധിക്കും, നിങ്ങൾക്കും എനിക്കൊക്കെ സാധിക്കും. അതൊരു പാർട്ടിയുടെ 5 പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിന് അദ്ദേഹം ഇറങ്ങിയത് ജനങ്ങൾക്ക് വേണ്ടി. അത് അയാളെ അഫിഡവിറ്റിൽ നമ്മൾ കണ്ടാണ് അയാൾക്ക് 52 കോടി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ കോൺട്രഡിക്ടറി ആയിട്ട് പറയല്ലേ. അത് സിമ്പതിക്ക് വേണ്ടി പറയാം. ഭൂരിപക്ഷം എത്ര നോക്കിയാൽ മതി ബാബുട്ടൊക്കെ തീർച്ചയായിട്ടും. അത് ഉറപ്പാണ്. അത് എവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചാലും ഷൗക്കത്ത് വിജയിക്കും. അതിന് ഭൂരിപക്ഷത്തിൻ്റെ ഒരു അസസ്മെൻറ്റ് ഇന്നും നാളെയൊക്കെ ഞങ്ങൾക്ക് എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, എതിരായിട്ട് ഇത് ഭരണവിരുദ്ധതയ്ക്ക് എതിരായിട്ടുള്ളൊരു പ്രതികരണമാണ് ഈ ബാധ്യതയിൽ വന്നതാണ്. കാരണം ഇനി വേറെ രക്ഷയില്ലാത്തതുണ്ട്. കാരണം അവസാന നിമിഷം വരെ പ്രാദേശിക നേതാവിനെ പോലും അവർ കണ്ടെത്തിയിട്ട് ഞങ്ങൾ കേട്ടതനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 10,000 വോട്ട് കൂടുതലുണ്ട്. അതിൽ 8,000 വോട്ട് മറ്റേ UDF പ്രവർത്തകർ ചേർത്തതാണ്. 2,000 വോട്ട് സെൽഫായിട്ടും BLOമാരും ചേർത്താണ്. ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോട് നിങ്ങൾ വോട്ട് ചേർക്കുന്നില്ല എന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും ഇവിടെ വരാൻ പോകുന്നൊരു കോൺഗ്രസ്സുകാരനായിരിക്കും സ്ഥാനാർത്ഥി. അപ്പോൾ കോൺഗ്രസ്സുകാർ ചേർത്തോട്ടെ എന്നുള്ള ഒരിതാണ്. പക്ഷേ അവസാനം ഗതികെട്ട് പോയിട്ട് സ്വരാജിനെ നിർത്തിയതാണ്. അതാണല്ലേ അവരുടെ